സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിച്ചും ചെലവ് ക്രമീകരിച്ചും കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രതിരോധം തീർക്കുന്നതായിരുന്നു ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ ബജറ്റ് പ്രഖ്യാപനങ്ങൾ. കേന്ദ്രം തീർത്ത പ്രതിസന്ധികൾക്കെതിരെ ബദൽ തീർത്തുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ അവസാന ബജറ്റ് അവതരിപ്പിച്ചത്. നേരത്തെ നിശ്ചയിച്ച വായ്പാ പരിധി വെട്ടിക്കുറച്ചും അർഹമായ കുടിശ്ശികകൾ നിഷേധിച്ചും ഈ സർക്കാരിനെ അവസാന ഭാഗത്തിൽ ശ്വാസം മുട്ടിക്കാൻ കേന്ദ്ര ശ്രമം നടത്തുന്നുണ്ട്. അവ പക്ഷേ താൽക്കാലികമാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ ഇരുട്ടടി എന്നേ അതിനെ കാണേണ്ടതുള്ളൂ. ദീർഘകാല ധനകാര്യ നില നോക്കിയാൽ കേരളം വളരെ മെച്ചപ്പെട്ട നിലയിലാണെന്ന കാര്യം പറയുന്നത് ഞങ്ങൾ മാത്രമല്ല. റിസർവ് ബാങ്കും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും എല്ലാം ഇക്കാര്യം പറയുകയും കേരളത്തെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക അവഗണനയ്ക്കെതിരെയുള്ള നാടിന്റെ പ്രതിഷേധം. എന്നാൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ വികസനവും ക്ഷേമവും തുടരുമെന്ന കേരളത്തിന്റെ ബദൽ മാതൃക. പ്രതിരോധ കോട്ട കെട്ടിയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനം. സർ, കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണന അതിൻ്റെ പാരമ്യത്തിലെത്തിയത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കും, ട്രഷറി അടച്ചിടും, ശമ്പളം മുടങ്ങും എന്ന പരിഹാസ പ്രവചനങ്ങൾ ഉണ്ടായത്. അത്തരം അപകടം ഒന്നും സംഭവിക്കാത്തത് കണ്ടിട്ടാണ് വികസനക്ഷേമ ചെലവുകൾ വെട്ടിക്കുറച്ചുകൊണ്ടും അമിതമായി കടം വാങ്ങിയുമാണ് കേരളം പിടിച്ചു നിന്നത് എന്ന ആരോപണം വരുന്നത്. പക്ഷേ ഇപ്പോൾ രണ്ട് വാദങ്ങളും ആരും ഉന്നയിക്കുന്നില്ല. ആദ്യം കേരളം എങ്ങനെ പിടിച്ചു എന്നത് വ്യക്തമാക്കാം. അതൊരു പരമരഹസ്യമാണ് സർ. ഇടതുപക്ഷ സർക്കാരിനെ ധനപരമായി ഒതുക്കാനുള്ള ശ്രമം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തുടക്കത്തിലെ കണക്ക് കൂട്ടിയിരുന്നു. സർ, നമ്മളൊക്കെ അരിയാഹാരമല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് ആ അപകടം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞു. സർക്കാരിൻ്റെ ചെലവുകൾ ക്രമീകരിച്ചും തനത് വരുമാനം വർദ്ധിപ്പിച്ചും പ്രതിരോധ കോട്ട കെട്ടുകയാണ് ഞങ്ങൾ ചെയ്തത്. 1.8 ലക്ഷം കോടി രൂപ റവന്യൂ വരവും 2.4 ലക്ഷം കോടി രൂപ ആകെ ചിലവും പ്രതീക്ഷിക്കുന്നതാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ ബഡ്ജറ്റ്. സർ, ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ സഭയെ അറിയിക്കട്ടെ, കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ ഏകദേശം 1,27,747 കോടി രൂപയുടെ അധിക വരുമാനമാണ് തനത് നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. തനത് നികുതി വരുമാനത്തിൻ്റെ 1,27,747 കോടി രൂപ അധികമായി പിരിച്ചെടുക്കാൻ കഴിയും. സർ, 2025-26 ധനവർഷത്തെ കണക്കുകൾ അന്തിമമാക്കുമ്പോൾ ഇത് ഇനിയും ഉയരും. റവന്യൂ വരുമാനത്തിൽ 45,889.49 കോടിയുടെ വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിസന്ധികളെ മറികടക്കാനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ധനമന്ത്രിയുടെ ഓരോ വാക്കിലും. ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴൊക്കെ സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാടെന്തായിരിക്കും? തുടർച്ച ഉണ്ടാവും, അല്ലാതെ ഇട്ടിട്ട് ഓടാനല്ല. തുടർച്ച ഉണ്ടാവുമ്പോൾ നടത്താൻ പറ്റുന്ന കാര്യങ്ങളെ ഇനി പറഞ്ഞിട്ടുള്ളൂ, ചെയ്യാവുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, പറയുന്ന കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടാവും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.